തറവാട്ടിൽ എല്ലാവരും വളരെ സന്തോഷത്തിലായിരുന്നു. ആദിഷും ഹരിതയും ഹോസ്പിറ്റലിൽ പോയി ബാക്കി ചെക്കപ്പൊക്കെ നടത്തിയിരുന്നു. വൈകുന്നേരം മായയും ശ്യാമയും പായസം ഉണ്ടാക്കുന്ന തിരക്കിലാണ്. അതിനെക്കുറിച്ച് വലിയ അറിവൊന്നുമില്ലെങ്കിലും കയ്യാളായി യാമിയും കൂടെ തന്നെയുണ്ട്. നാളെ തന്നെ പോകണോ ചേച്ചി? 2 ദിവസം കൂടി കഴിഞ്ഞു പോയാൽ പോരെ? ശ്യാമ വിഷമത്തോടെ ചോദിച്ചു. ഇല്ല ശ്യാമേ, ഒരുപാട് ദിവസമായില്ലേ, ഇവർക്കൊക്കെ ലീവ് കുറവാണ്. മായ പറഞ്ഞത് കേട്ട് വാടിയ മുഖവുമായി നിൽക്കുകയാണ് ശ്യാമ. ഞങ്ങൾ ഉടനെ വരാമെന്നേ, മായ വീണ്ടും പറഞ്ഞു. കുഞ്ഞാ, അങ്ങോട്ടേക്ക് വായോ, നമുക്ക് അവിടെ കൂടാം. യാമി പറഞ്ഞുകൊണ്ട് മായയെ നോക്കി. അത് ശരിയാ, ഞങ്ങളുടെ കൂടെ പോരെ. ഓ, അതൊന്നും ശരിയാവില്ല ചേച്ചി, ഇവിടെ ഞാനില്ലാതെ ഒന്നും നടക്കില്ല, ശ്യാമ പായസം ഇളക്കിക്കൊണ്ട് പറഞ്ഞു. എന്താണ് ഇവിടെ ഒരു ചർച്ച? പിന്നിൽ ദേവന്റെ ശബ്ദം കേട്ട് യാമി തിരിഞ്ഞു നോക്കി. നീ എന്താ ഇവിടെ? ശ്യാമ കപട ദേഷ്യത്തോടെ ചോദിച്ചു. ഞാൻ അമ്മയെ കാണാൻ. നീ എന്നെ കാണാൻ വന്നതാണോ? എന്താ മോനെ പ്രത്യേകിച്ച്? മായ കളിയാക്കി ചോദിച്ചത് കേട്ട് ദേവനാകെ ചമ്മി. യാമിയെ കാണാത്തത് കൊണ്ട് തിരക്കി വന്നതാണെന്ന് അമ്മയോടും കുഞ്ഞായോടും എങ്ങനെ പറയും? ഒന്നുമില്ല, വെറുതെ. അതും പറഞ്ഞ് ചമ്മിയ മുഖത്തോടെ അവൻ തിരിഞ്ഞു നടന്നു. യാമി, ചെല്ലുമോളെ, അവ നിന്നെ തിരക്കി വന്നതാ. ചിരിയടക്കി നിൽക്കുന്ന അവളെ നോക്കി ശ്യാമ പറഞ്ഞു. അത് കേട്ട് അവളും പുറത്തേക്ക് നടന്നു. ശ്യാമയും മായയും മുഖത്തോടെ മുഖം നോക്കി പൊട്ടിച്ചിരിച്ചുപോയി. എനിക്ക് അത്ഭുതം തോന്നുന്നു ചേച്ചി, ദേവന്റെ ഈ മാറ്റം, ദേഷ്യവും ഗൗരവവും ഒക്കെ മാറി. ഇങ്ങനെയൊരു രൂപം. ചിരി നിർത്തി ശ്യാമ പറഞ്ഞു. എല്ലാം ആ കുട്ടി കാരണമാണ് ശ്യാമേ. യാമിമോൾ അവൻ്റെ ജീവിതത്തിലേക്ക് വന്നതിൽ പിന്നെയാണ് അവൻ ഈ മാറ്റം. മായ പറഞ്ഞതിനെ ശ്യാമയും ശരിവെച്ചു. യാമിനി ദേവപ്രയാഗ്. ഫോണിലെ ഫോട്ടോയിൽ നോക്കി ഒരുതരം വെറുപ്പോടെ അവൾ ഉച്ചരിച്ചു. നിന്നോട് എനിക്ക് ഒരു ദേഷ്യവുമില്ലായിരുന്നു യാമി. ദേവൻ ഒരിക്കലും നിന്നെ സ്നേഹിക്കില്ല എന്ന് ഞാൻ കരുതി. അവൻ്റെ പെരുമാറ്റത്തിൽ നിന്ന് എനിക്കങ്ങനെ തോന്നിയിരുന്നു. പക്ഷേ എനിക്ക് തെറ്റി. കയ്യിലിരുന്ന ഫോൺ ഞെരിച്ചുകൊണ്ട് അവൾ പറഞ്ഞു. അന്ന് ബാച്ചിലർ പാർട്ടി കഴിഞ്ഞ് ഒരുമിച്ച് പോകുന്ന ദേവൻ്റെയും യാമിയുടെയും ചിത്രം അവളുടെ മുന്നിൽ തെളിഞ്ഞു. പാർട്ടി കഴിഞ്ഞിറങ്ങിയപ്പോഴാണ് യാമിയെയും ദേവനെയും കണ്ടത്. അവർ ഒരുമിച്ച് 2 വീലറിൽ പോകുന്നു. അവരെ ഫോളോ ചെയ്തു യാമിയുമായി ചേർന്നിരുന്നു പോകുന്ന ദേവൻ. ഇടയ്ക്ക് വണ്ടി നിർത്തി അവളെ പിന്നിലിരുത്തി അവൾ അവനെ കെട്ടിപ്പിടിച്ചിരിക്കുന്നു. അവരുടെ പ്രണയയാത്ര ഓർമ്മയിൽ തെളിഞ്ഞതും അവൾ മുഷ്ടി ചുരുട്ടി ടേബിളിലേക്ക് ആഞ്ഞടിച്ചു. ഇല്ല, ഞാൻ സമ്മതിക്കില്ല, അവൻ എൻ്റെയാ, അവൾ പല്ലിറുമിക്കൊണ്ട് പറഞ്ഞു. ദേവേട്ടാ, എന്നെ താഴെ ഇറക്ക്, ആരെങ്കിലും കാണും. യാമിയെ കയ്യിൽ കോരിയെടുത്ത് നടക്കുകയാണ് ദേവൻ. മിണ്ടാതിരികടി, ഇല്ലെങ്കിൽ കുളത്തിക്കൊണ്ടിടും, പറഞ്ഞേക്കാം. ദേവന്റെ വായിൽ നിന്നും അത്രയും കേട്ടതോടെ യാമി വാ പൊത്തി. കുളത്തിലെങ്ങാനും കൊണ്ടിട്ടാലോ, അവൾ ആത്മഗതം പറഞ്ഞു. അല്ല, വിക്രമനും വേതാളവും എങ്ങോട്ടാ? എവിടെ നിന്നോ ആദിയുടെ കമന്റ് കേട്ട് യാമി തലയുയർത്തി നോക്കി. എടാ, വിക്രമനും വേതാളവും അല്ല, ഇത് വേറെ എന്തോ ആണ്. ആകാശം ആദിയുടെ കൂടെ ചേർന്നു. പോടാ പോടാ, ദേവൻ അവരെ നോക്കി പുച്ഛിച്ചുകൊണ്ട് പറഞ്ഞിട്ട് മുന്നോട്ട് നടന്നു. കുളപ്പുരയ്ക്കടുത്തേക്കാണ് നടക്കുന്നതെന്നറിഞ്ഞ യാമി കണ്ണു തള്ളി. ഇയാൾ എന്നെ കുളത്തിലിടാൻ കൊണ്ടുപോവാണോ? കുളപ്പുര കടന്ന് പടിയിറങ്ങുന്നതറിഞ്ഞ് അവൾ ദേവനെ നോക്കി. അയ്യോ ദേവേട്ട, എന്നെ വെള്ളത്തിലിടല്ലേ, ഞാൻ നന്നായിക്കൊള്ളാം. ഇവളിത് എന്താ ഈ പറയുന്നത് എന്ന് അന്തം വിട്ട് നോക്കി നിൽക്കുകയാണ് ദേവൻ. പതിയെ അവൻ്റെ ചുണ്ടിലായി പുഞ്ചിരി വിരിഞ്ഞു. അവളെയും കൊണ്ട് അവൻ വെള്ളത്തിലേക്കുള്ള പടവുകൾ ഇറങ്ങി തുടങ്ങി. ഈർപ്പം തട്ടുന്നതറിഞ്ഞ് ഇറുകി അടച്ചിരുന്ന കണ്ണുകൾ അവൾ വലിച്ചു തുറന്നു. വളരെ ശ്രദ്ധയോടെ അവളെ മുറുക്കെ പിടിച്ച് താഴെ ഇറക്കി. അവളുടെ മുട്ടിന് മുകൾ വരെ വെള്ളമുണ്ട്. ഉടുത്തിരുന്ന ധാവണി നന്നായി നനഞ്ഞിരുന്നു. ദേവനെ ചുറ്റിപ്പിടിച്ചവൾ നിന്നു. നീന്തൽ പഠിക്കണ്ടേ? ദേവന്റെ ചോദ്യം കേട്ട് അവൾ അത്ഭുതത്തോടെ അവനെ നോക്കി. അന്ന് വെറുതെ ചോദിച്ചതാണ്. അതൊക്കെ ഓർമ്മയുണ്ടോ? അവൾ അവനിൽ നിന്നും കണ്ണുകൾ പിൻവലിക്കാതെ നിന്നു. എന്തേ, പഠിക്കണ്ടേ? അവൻ വീണ്ടും ചോദിച്ചതിന് അവൾ വേണമെന്നുള്ള രീതിയിൽ തലയനക്കി. ആദ്യം ചെറിയ പേടി തോന്നിയെങ്കിലും കുറച്ചു കഴിഞ്ഞ് വളരെ എളുപ്പമായി തോന്നി അവൾക്ക്. അത്യാവശ്യം കുറച്ചൊക്കെ പഠിച്ചെടുത്തു. നേരം ഇരുട്ടി തുടങ്ങിയപ്പോഴാണ് ഇരുവരും കരയിലേക്ക് കയറിയത്. നീ ഇവിടെ ഇരിക്ക്, ഞാൻ ഇപ്പോൾ വരാം, ദേവൻ പറഞ്ഞുകൊണ്ട് വെള്ളത്തിലേക്ക് ഇറങ്ങി. അവൻ നീന്തുന്നതും നോക്കി അവൾ ഇരുന്നു. നന്നായി തണുക്കുന്നുണ്ടായിരുന്നു. ചെറുതായി മഴ പൊടിഞ്ഞു തുടങ്ങുന്നതറിഞ്ഞവൾ ദേവനെ നോക്കി. ആമ്പൽ പൂക്കളുമായി നീന്തി അടുക്കുകയാണ് ദേവൻ. എന്തിനാ അത് പൊട്ടിച്ചത്? അവിടെ നിൽക്കുന്നത് കാണാൻ എന്തു ഭംഗിയായിരുന്നു. യാമി പറഞ്ഞതിന് മറുപടിയൊന്നും പറയാതെ അവൻ പടവിലേക്കിരുന്നു. മഴ ശക്തി പ്രാപിച്ചു തുടങ്ങിയിരുന്നു. പടവുകൾ കയറാൻ തുടങ്ങിയ അവളെ അവൻ പിടിച്ചു നിർത്തി. എവിടെ പോവുക? നമുക്ക് നനയാടോ? ദേവന്റെ വാക്കുകൾ കേട്ട് യാമി അവന് നേരെ തിരിഞ്ഞു. അവൻ്റെ നെഞ്ചിലേക്ക് ചേർന്ന് നിന്നു.
വിറയാർന്ന അവളുടെ ശരീരം അവനിലേക്ക് ചേർത്ത് പിടിച്ച് അവനും നിന്നു. പിറ്റേന്ന് അതിരാവിലെ അവർ പെരുമാൾപുരത്തേക്ക് പോകാൻ റെഡിയായി. യാമിയുടെ കണ്ണുകൾ നിറഞ്ഞിരുന്നു. ആ മുറിയും ജനൽപാടികളും അവൾക്ക് ഏറെ പ്രിയപ്പെട്ടതായിരുന്നു. ജനൽ കമ്പിയിൽ പിടിച്ചു നിന്ന് ദൂരേക്ക് മിഴിനട്ടു. ഇവിടെ വന്നതു മുതൽ ഇന്നലെ നടന്ന കാര്യങ്ങൾ വരെ അവളുടെ മുന്നിൽ തെളിഞ്ഞു നിന്നു. അവയിൽ ഏറ്റവും മിഴിവോടെ തിളങ്ങി നിന്നത് ആ രാത്രിയായിരുന്നു. ദേവൻ അവളെ എല്ലാ അർത്ഥത്തിലും സ്വന്തമാക്കിയ രാത്രി. യാമി, പിന്നിൽ ദേവന്റെ ശബ്ദം. വിഷമിക്കാതെടോ, നമുക്ക് ഇങ്ങോട്ടേക്ക് തന്നെ വരാം. ദേവൻ പറഞ്ഞത് കേട്ട് നിറമിഴികളോടെ അവൾ പുഞ്ചിരിച്ചു. അവളെയും ചേർത്ത് പിടിച്ചുകൊണ്ടവൻ മുറിക്ക് പുറത്തേക്കിറങ്ങി. അധികം താമസിയാതെ അവർ യാത്ര പറഞ്ഞിറങ്ങി. അങ്ങോട്ട് പോയപ്പോൾ ഉണ്ടായിരുന്ന ഉത്സാഹം ആർക്കുമില്ലായിരുന്നു. കാറിൽ നിശബ്ദത നിറഞ്ഞു നിന്നിരുന്നു. മണിക്കൂറുകളോളം നീണ്ടുനിന്ന യാത്രയ്ക്ക് ശേഷം രാത്രിയോടുകൂടി അവരുടെ വടക്കേടത്തെത്തി. അവർക്ക് തൊട്ടുപിറകെ ജിത്തുവും നീതുവും കിച്ചൂട്ടനും എത്തിയിരുന്നു. രാത്രി ഭക്ഷണം പുറത്തുനിന്ന് വാങ്ങിയിരുന്നു. യാത്രാക്ഷീണം കാരണം അത്താഴം കഴിഞ്ഞയുടനെ എല്ലാവരും കിടന്നു. നാളെ മുതൽ ജോലിക്ക് പോകണമല്ലോ എന്നാലോചിച്ച് വിഷമിച്ചിരിക്കുകയാണ് യാമി. ഭവ്യയെ ഇടയ്ക്ക് വിളിച്ച് കാര്യങ്ങളൊക്കെ തിരക്കിയിരുന്നു. എന്നാൽ തൻ്റെ കാര്യങ്ങളൊന്നും പറയാൻ കഴിഞ്ഞില്ല. നാളെ പറയണം, അവൾ മനസ്സിലുറപ്പിച്ചു. ബെഡ് റെസ്റ്റിൽ ചാരിയിരുന്ന് ലാപ്പിൽ കുത്തുന്ന ദേവനെ നോക്കി അവൾ നെടുവീർപ്പിട്ടു. ഈ മനുഷ്യന് ക്ഷീണവുമില്ലേ? അവൾ ചിന്തിച്ചുകൊണ്ട് ബെഡിലേക്ക് കിടന്നു. ഒരു ഫോൺ കോൾ ചെയ്തിട്ട് ഇപ്പോൾ വരാം, ഉറങ്ങരുത്. ലാപ്പ് ഓഫ് ചെയ്ത് ഫോൺ എടുത്തുകൊണ്ട് അവൻ പറഞ്ഞു. ഞാൻ ഉറങ്ങും, അവൾ പറഞ്ഞുകൊണ്ട് തിരിഞ്ഞു കിടന്നു. നീ ഉറങ്ങുമോ? അവൻ ഗൗരവത്തിൽ ചോദിച്ചത് കേട്ട് അവൾ അവനെ നോക്കി ചുണ്ടുകൂട്ടി. അവളുടെ ഭാവം കണ്ട് ഞൊടിയിടയിൽ അവൻ അവളുടെ അടുത്തേക്ക് ചാടി. അവൾക്ക് മുകളിലായി ഇരുവശത്തുമായി കൈകൾ കുത്തിക്കിടന്നു. അയ്യോ! അവൻ്റെ പെട്ടെന്നുള്ള പ്രവൃത്തിയിൽ അവൾ അറിയാതെ വിളിച്ചുപോയി. ഡി, നീ ഉറങ്ങുമോ? അവൻ അവളിലേക്ക് മുഖം ചേർത്തുകൊണ്ട് ചോദിച്ചു. ഉറങ്ങും. ഇതൊന്നും കണ്ട് എന്നെ പേടിപ്പിക്കാൻ പറ്റില്ല മോനെ, അവൾ ആത്മഗതം പറഞ്ഞു. നിന്നെ ഇന്ന് ഉറക്കിയില്ലെങ്കിലോ? അവൻ്റെ മുഖം അവളുടെ കഴുത്തിലേക്ക് അമർന്നു. അവൾ കുതറി മാറാൻ ശ്രമിച്ചിട്ടും വിടാതെ അവൻ വീണ്ടും അവളിലേക്ക് അമർന്നുകൊണ്ട് അവളുടെ കഴുത്തിലേക്ക് പല്ലുകൾ അഴുത്തി. അവൾ നിലവിളിക്കാൻ തുടങ്ങുന്നതിന് മുൻപ് അവൻ വാ പൊത്തിയിരുന്നു. ഇടി, ഒന്ന് പതിയെ, അവൻ പറഞ്ഞു തീർന്നതും അവൻ്റെ ഫോൺ ശബ്ദിച്ചതും ഒരുമിച്ചായിരുന്നു. മുഖത്ത് തെളിഞ്ഞ നീരസത്തോടെ അവളിൽ നിന്ന് അകന്നു മാറി ഫോണുമായി അവൻ പുറത്തേക്കിറങ്ങി. അവൻ്റെ ഭാവം കണ്ട് അവൾ ചിരിയടക്കി. അവൻ്റെ പല്ലുകൾ മുദ്ര പതിപ്പിച്ചിടത്ത് അവൾ തൊട്ടു നോക്കി. ഫോൺ ചെയ്തു കഴിഞ്ഞ് റൂമിലേക്ക് വന്ന് ദേവൻ കാണുന്നത് ബെഡ് റെസ്റ്റിൽ ചാരിയിരുന്ന് ഉറങ്ങി വീഴാൻ തുടങ്ങുന്ന യാമിയെയാണ്. അവളെ വീഴാതെ നെഞ്ചോടമർത്തിപ്പിടിച്ചുകൊണ്ട് അവനും കിടന്നു. പിറ്റേന്ന് രാവിലെ ദേവൻ അവളെ കോളേജിൽ ഡ്രോപ്പ് ചെയ്തതിന് ശേഷം ഓഫീസിലേക്ക് പോയി. സ്റ്റാഫ് റൂമിൽ കയറാൻ തുടങ്ങുമ്പോഴാണ് പിന്നിൽ ഭവ്യയുടെ ശബ്ദം കേട്ടത്. സിദ്ധാർത്ഥുമായി സംസാരിച്ചുകൊണ്ട് നടന്നു വരികയാണ്. ആഹാ, എത്തിയോ? പാലക്കാട് നിന്ന് ഞങ്ങൾക്കെന്താ കൊണ്ടുവന്നത്? സിദ്ധാർത്ഥ് ചോദിച്ചതിന് മറുപടിയല്ലാതെ പുഞ്ചിരി കൊണ്ട് അവൾ നിന്നു. യാമിയെ കണ്ട് ഭവ്യയുടെ മുഖവും കണ്ണുകളും ഒരുപോലെ പ്രകാശിച്ചു. സിദ്ധാർത്ഥ് അവരെ കടന്നുപോയതിനു ശേഷം യാമി ഭവ്യയെ വാനിപ്പുണർന്നു. ഐ മിസ് യു ഡി, ഭവ്യ പറഞ്ഞത് കേട്ട് യാമി ചിരിച്ചു. വാ, എനിക്ക് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്, യാമി പറഞ്ഞുകൊണ്ട് അവളുടെ കയ്യിൽ തൂങ്ങി. സീറ്റിലേക്ക് ഇരുന്നു കൊണ്ട് യാമി ബാഗ് തുറന്നു. അതിൽ നിന്ന് ഒരു പാക്കറ്റ് എടുത്ത് ഭവ്യയുടെ കയ്യിലേക്ക് കൊടുത്തു. ചോക്ലേറ്റ് ആണ്, നിങ്ങൾക്കല്ല, കുട്ടികൾക്ക്, യാമി പറഞ്ഞത് കേട്ട് ഭവ്യ ചിരിച്ചു. നീ പറയാനുണ്ടെന്ന് പറഞ്ഞത് പറയ, ഭവ്യ തിടുക്കം കൂട്ടി. യാമി പറഞ്ഞു തുടങ്ങി. ദേവന്റെ മാറ്റത്തെക്കുറിച്ച് പറഞ്ഞു തുടങ്ങിയപ്പോൾ ഭവ്യയുടെ ഉള്ളിൽ സന്തോഷം നിറഞ്ഞു. തറവാട്ടിലെ കാര്യങ്ങളും അവിടെ വെച്ച് നടന്ന കാര്യങ്ങളും യാമി പറഞ്ഞു തുടങ്ങി. ദേവന്റെ കാര്യങ്ങൾ പറയുമ്പോൾ വിടരുന്ന അവളുടെ കണ്ണുകളും നാണം കിനിയുന്ന ചൊടികളും കാണെ ഭവ്യയുടെ മുഖത്തും സന്തോഷം നിറഞ്ഞു. സെമസ്റ്റർ പരീക്ഷകൾ തുടങ്ങാൻ സമയമായതിനാൽ ആദ്യത്തെ എക്സാം ഡ്യൂട്ടി അവർക്ക് രണ്ടുപേർക്കുമായിരുന്നു. യാമി നേരെ അവളുടെ ക്ലാസ്സിലേക്ക് പോയി. രണ്ടുപേരാണ് എക്സാം ഡ്യൂട്ടിക്ക് നിൽക്കേണ്ടത്. അവൾക്ക് ഡ്യൂട്ടി കൊടുത്ത ക്ലാസ്സിലേക്ക് കയറിയതും അവിടെ നിൽക്കുന്ന സിദ്ധുവിനെ കണ്ട് യാമി ഒരു നിമിഷം ആലോചിച്ചു നിന്നതിന് ശേഷം അകത്തേക്ക് കയറി. അവളുടെ പെട്ടുപോയ മുഖഭാവം കണ്ട് സിദ്ധു ചിരിച്ചു. അവനെ ഒന്ന് നോക്കിയതിന് ശേഷം അവൾ അവളുടെ ജോലി തുടങ്ങി. ഡ്യൂട്ടി കഴിഞ്ഞ് ആൻസർ ഷീറ്റ് എക്സാം സെല്ലിൽ എത്തിച്ചു കഴിഞ്ഞ് യാമി സ്റ്റാഫ് റൂമിലേക്ക് പോയി. ലഞ്ച് ബ്രേക്ക് കഴിഞ്ഞ് ഭവ്യയ്ക്ക് ക്ലാസ് ഉണ്ടായിരുന്നു. യാമിക്ക് ഫ്രീ അവർ ആയതിനാൽ ലൈബ്രറിയിലേക്ക് നടന്നു. കോളേജിൽ പഠിച്ചിരുന്ന സമയത്ത് ഉറങ്ങാൻ വേണ്ടി മാത്രം ലൈബ്രറിയിലേക്ക് പോയിക്കൊണ്ടിരുന്ന ഞാനാണ്, അവൾ ആലോചിച്ച് ചിരിച്ചു. എന്താടാ ഒറ്റയ്ക്ക് ചിരിക്കുന്നത്?
മുന്നിൽ നിൽക്കുന്നത് മറ്റാരുമല്ല, സിദ്ധു തന്നെയാണ്. ഹേയ്, ഒന്നുമില്ല. തനിക്ക് എന്നോട് എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടോ? അവൻ ചോദിച്ചത് കേട്ട് അവൾ മനസ്സിലാവാത്ത രീതിയിൽ നെറ്റി ചുളിച്ചു. എനിക്കെന്ത് പ്രോബ്ലം? സത്യമായും താൻ മാരീഡാണെന്ന് എനിക്കറിയില്ലായിരുന്നു. ഞാൻ അതൊക്കെ അന്നേ കളഞ്ഞതാ. അതിൻ്റെ പേരിൽ താൻ എന്നോട് ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യരുത്. അവൻ പറഞ്ഞത് കേട്ട് അവൾ ചിന്തയിലാണ്ടു. ശരിയാണ്, ഡിസ്റ്റൻസ് ഉണ്ടെങ്കിൽ അതുതന്നെയാണ് കാരണം. നല്ലൊരു ഫ്രണ്ടായി കണ്ടൂടെ എന്നെ? അവൻ വീണ്ടും ചോദിച്ചത് കേട്ട് അവൾ ചിന്തകൾക്ക് വിരാമമിട്ടു. ഓക്കെ ഫ്രണ്ട്സ്. അവൾ കൈ നീട്ടിക്കൊണ്ട് ചോദിച്ചതിന് മറുപടിയായി അവനും കൈ കൊടുത്തു. താങ്ക് യു പറഞ്ഞുകൊണ്ട് അവൻ സ്റ്റാഫ് റൂമിലേക്ക് പോയി. അവൾ ലൈബ്രറിയിലേക്കും. ഓഫീസിൽ തൻ്റെ ക്യാബിനിലിരുന്ന് ഫയൽ ചെക്ക് ചെയ്യാണ് ദേവൻ. ഫോൺ റിങ് ചെയ്യുന്നത് കേട്ട് എടുത്തു. നോക്കിയപ്പോൾ ഡിസ്പ്ലേയിൽ അഞ്ജുവിൻ്റെ പേര് തെളിഞ്ഞതും സംശയത്തോടെ അവൻ കോൾ അറ്റൻഡ് ചെയ്തു. ആ പറയടോ. ഏയ്, എനിക്കെന്ത് ബുദ്ധിമുട്ട്? നീ കാര്യം പറയേ. അതിനെന്താ, നിനക്കൊരു ജോബല്ലേ വേണ്ടത്? നമുക്കിവിടെ തന്നെ നോക്കാം. ഏയ് നോ, ഐ വിൽ മാനേജ് ഇറ്റ്. ഓക്കെ, ഞാനെല്ലാം റെഡിയാക്കിയിട്ട് അപ്ഡേറ്റ് ചെയ്യാം. കോള് കട്ട് ചെയ്ത് അവൻ ആലോചിച്ചു. ശേഷം പെരുമാളിൻ്റെ ക്യാബിൻ ലക്ഷ്യമാക്കി നടന്നു. യാമി ഫോണിൽ കുത്തിയിരിക്കുമ്പോഴാണ് ദേവൻ റൂമിലേക്ക് വന്നത്. ഫോണിൽ മുഴുകിയിരിക്കുന്ന അവളെ ഒന്ന് നോക്കിയതിന് ശേഷം അവൻ ലാപ്പുമായി അവളുടെ അടുത്തേക്കിരുന്നു. ഫോണിൽ തോണ്ടിക്കഴിഞ്ഞ് അവൾ ബെഡിലേക്ക് കിടന്നു. എന്താടോ, എന്തു പറ്റി? ഒന്നും മിണ്ടാതെ കിടക്കുന്ന അവളെ നോക്കി ദേവൻ ചോദിച്ചു. ഒന്നുമില്ല ദേവേട്ടാ, ചെറു തലവേദന. ക്ഷീണം നിറഞ്ഞ സ്വരത്തിൽ അവൾ പറഞ്ഞത് കേട്ട് അവൻ്റെ മിഴികൾ അവൾക്ക് നേരെ നീണ്ടു. ടാബ്ലറ്റ് എന്തെങ്കിലും വേണോ? ഞാൻ ഏട്ടൻ്റെ അടുത്ത് പോയി വാങ്ങി വരാം. ലാപ്പ് ഓഫ് ചെയ്തുകൊണ്ട് അവൻ പറഞ്ഞത് കേട്ട് അവൾ അവനായി ഒരു വാടിയ പുഞ്ചിരി നൽകി. വേണ്ട ദേവേട്ടാ, ബാമ്പൊരട്ടി, അത് മതി. അവൾ പറഞ്ഞുകൊണ്ട് ദേവൻ്റെ അടുത്തേക്ക് നീങ്ങിക്കിടന്നു. ലൈറ്റ് ഓഫ് ചെയ്ത് അവനും അവളുടെ അടുത്തേക്ക് കിടന്നു. സമയം ഇഴഞ്ഞു നീങ്ങിക്കൊണ്ടിരുന്നു. ഫോണിൽ അലാറം കേട്ടു തുടങ്ങിയപ്പോൾ തന്നെ അവൾ ഉണർന്നു. അവളെ ചുറ്റിപ്പിടിച്ചിരിക്കുന്ന കൈ പതിയെ വേർപെടുത്തിക്കൊണ്ടവൾ അവൻ്റെ അടുത്തു നിന്നും എഴുന്നേറ്റു. മൊബൈലിലെ ഫ്ലാഷ് ലൈറ്റ് ഓൺ ആക്കിയതിനു ശേഷം ശബ്ദമുണ്ടാക്കാതെ റൂമിൻ്റെ പുറത്തേക്കിറങ്ങി. ഒന്നുമില്ല ദേവേട്ടാ, ചെറു തലവേദന. ക്ഷീണം നിറഞ്ഞ സ്വരത്തിൽ അവൾ പറഞ്ഞത് കേട്ട് അവൻ്റെ മിഴികൾ അവൾക്ക് നേരെ നീണ്ടു. ടാബ്ലറ്റ് എന്തെങ്കിലും വേണോ? ഞാൻ ഏട്ടൻ്റെ അടുത്ത് പോയി വാങ്ങി വരാം. ലാപ്പ് ഓഫ് ചെയ്തുകൊണ്ട് അവൻ പറഞ്ഞത് കേട്ട് അവൾ അവനായി ഒരു വാടിയ പുഞ്ചിരി നൽകി. വേണ്ട ദേവേട്ടാ, ബാമ്പൊരട്ടി, അത് മതി. അവൾ പറഞ്ഞുകൊണ്ട് ദേവൻ്റെ അടുത്തേക്ക് നീങ്ങിക്കിടന്നു. ലൈറ്റ് ഓഫ് ചെയ്ത് അവനും അവളുടെ അടുത്തേക്ക് കിടന്നു. സമയം ഇഴഞ്ഞു നീങ്ങിക്കൊണ്ടിരുന്നു. ഫോണിൽ അലാറം കേട്ടു തുടങ്ങിയപ്പോൾ തന്നെ അവൾ ഉണർന്നു. അവളെ ചുറ്റിപ്പിടിച്ചിരിക്കുന്ന കൈ പതിയെ വേർപെടുത്തിക്കൊണ്ടവൾ അവൻ്റെ അടുത്തു നിന്നും എഴുന്നേറ്റു. മൊബൈലിലെ ഫ്ലാഷ് ലൈറ്റ് ഓൺ ആക്കിയതിനു ശേഷം ശബ്ദമുണ്ടാക്കാതെ റൂമിൻ്റെ പുറത്തേക്കിറങ്ങി. ദേവേട്ടാ, എഴുന്നേറ്റ് ദേവേട്ടാ. ആദിയുടെ ശബ്ദം കേൾക്കുന്നുണ്ടെങ്കിലും ദേവൻ കണ്ണ് തുറക്കാതെ തിരിഞ്ഞും മറിഞ്ഞും കിടന്നു. ദേവേട്ടാ, ഒന്ന് എഴുന്നേക്ക്, യാമി ചേച്ചിയെ. ആദിയുടെ പതർച്ച നിറഞ്ഞ ശബ്ദം വളരെ വ്യക്തമായി അവൻ്റെ കാതിൽ പതിഞ്ഞു. അവൻ കണ്ണു തുറന്ന് ചാടി എഴുന്നേറ്റ് തിരിഞ്ഞും മറിഞ്ഞും നോക്കി. അടുത്ത് അവളില്ല എന്ന് കണ്ടതും അവൻ്റെ നെഞ്ചിടിപ്പൂർന്നു. യാമിക്കെന്താ? അവൾ എവിടെ? അവൻ വെപ്രാളത്തോടെ ചോദിച്ചുകൊണ്ട് പുറത്തേക്കിറങ്ങി. യാമി, യാമി. റൂമിന് പുറത്തെ ഇരുട്ടിനെ വകവയ്ക്കാതെ അവൻ താഴേക്കിറങ്ങി. വിറയലോടെ അവൻ പടിക്കെട്ടുകൾ കടന്ന് താഴേക്കെത്തി. ഹാപ്പി ബർത്ത്ഡേ ദേവേട്ടാ. ലൈറ്റ് ഓൺ ആയതിനോടൊപ്പം പാർട്ടി പോപ്പറുകൾ പൊട്ടിച്ചിതറി. എന്താണ് സംഭവിക്കുന്നതെന്ന് മനസ്സിലാക്കാൻ അവൻ ഒരു നിമിഷം എടുത്തു. മുന്നിൽ ചിരിയോടെ നിൽക്കുന്ന അമ്മയെയും അച്ഛനെയും ജിത്തുവിനെയും നീതുവിനെയും കിച്ചൂട്ടിനെയും ആദിയെയും ദേവുവിനെയും കണ്ടു. അവർക്കു പിന്നിലായി നിൽക്കുന്ന യാമിയെ കണ്ട് അവൻ്റെ കണ്ണ് നിറഞ്ഞു. അവൻ്റെ ഹൃദയതാളം സാധാരണ ഗതിയിലേക്ക് എത്തിയിരുന്നു. വാ, കേക്ക് മുറിക്കാം, ആദി അവൻ്റെ കയ്യിൽ പിടിച്ചുകൊണ്ട് പറഞ്ഞു. ഹാളിൻ്റെ നടുക്കായിരിക്കുന്ന കേക്കിനടുത്തേക്ക് അവർ നടന്നെടുത്തു. കേക്ക് മുറിച്ച് എല്ലാവർക്കും നൽകി. യാമിക്ക് കൊടുക്കുമ്പോഴുണ്ടായ അവൻ്റെ മുഖത്തെ പരിഭവം അവളും ശ്രദ്ധിച്ചു. ഇതാരുടെ പ്ലാൻ ആയിരുന്നു? ദേവൻ ഗൗരവത്തോടെ ചോദിച്ചത് കേട്ട് യാമി തല കുനിച്ചു. അതിൽ നിന്നും ഉത്തരം വ്യക്തമായിരുന്നു. ഇനി ബാക്കി പരിപാടികളൊക്കെ നാളെ. എല്ലാവരും പോയി ഉറങ്ങാൻ നോക്ക്. കൃഷ്ണദേവ് പറഞ്ഞത് കേട്ട് എല്ലാവരും റൂമിലേക്ക് നടന്നു. ബെഡിനടുത്തേക്ക് നടക്കാൻ പോയതും പിന്നിൽ വാതിലടയുന്ന ശബ്ദം കേട്ട് അവളൊന്ന് ഞെട്ടി. അവിടെ നിൽക്കടി. മുന്നോട്ട് നടക്കാൻ തുടങ്ങിയതും പിന്നിൽ നിന്ന് അലർച്ച കേട്ട് അവൾ അവിടെ തന്നെ നിന്നുപോയി. രണ്ട് കവിളും പൊത്തി അവന് നേരെ തിരിഞ്ഞു നിന്നു. അത് കണ്ട് അവളോട് അലിവ് തോന്നിയെങ്കിലും അവനത് പുറത്ത് കാണിച്ചില്ല. അവളിലേക്ക് നടന്നെടുത്തു.
കവിളിലേക്ക് ചേർത്ത് വെച്ചിരിക്കുന്ന അവളുടെ കൈകൾ അവൻ എടുത്തു മാറ്റിക്കൊണ്ട് അവളുടെ മുഖം ചുംബനം കൊണ്ട് നിറച്ചു. മതിവരാതെ വീണ്ടും വീണ്ടും അവളുടെ കവിളിലും നെറ്റിയിലും ചുണ്ടിലുമായി അവൻ്റെ ശ്വാസം പതിച്ചുകൊണ്ടിരുന്നു. ഞാൻ പേടിച്ചുപോയി, അവളെ പുണർന്നുകൊണ്ട് അവൻ പറഞ്ഞു. അത് കേട്ട് അവളും വല്ലാതെയായി. വേറെ വഴിയില്ലാത്തത് കൊണ്ടാണ് അങ്ങനെ ചെയ്തത്. ദേവേട്ടനൊരു സർപ്രൈസ് ആയിക്കോട്ടെ എന്ന് വിചാരിച്ചു. എന്നാൽ ദേവേട്ടനെ അത് വിഷമിപ്പിച്ചു. അവളും അവനെ വാരി പുണർന്നുകൊണ്ട് ചിന്തിച്ചു. സോറി ദേവേട്ട, ചിലമ്പിച്ച സ്വരത്തിൽ അവളും പറഞ്ഞു. എൻ്റെ ഗിഫ്റ്റ് എവിടെ? അവളിൽ നിന്ന് അടർന്നു മാറി നിന്നവൻ ചോദിച്ചു. അത് ഗിഫ്റ്റ് ഞാനല്ലേ ഏറ്റവും വലിയ ഗിഫ്റ്റ്, അവൾ കുറുമ്പോടെ പറഞ്ഞുകൊണ്ട് അവൻ്റെ ടീഷർട്ടിൻ്റെ കഴുത്തിലേക്ക് പിടിച്ചു. ആണോ? എങ്കിൽ ഈ ഗിഫ്റ്റ് ഞാനങ്ങ് എടുക്കുക. അവൻ അതും പറഞ്ഞുകൊണ്ട് അവളെയും കൊണ്ട് ബെഡിലേക്ക് ചാഞ്ഞു. വികാരങ്ങൾക്ക് ചൂട് പിടിച്ചു തുടങ്ങിയിരുന്നു. ഷർട്ടിൻ്റെ ബട്ടൺസ് ഓരോന്നായി അഴിയുമ്പോൾ അവളുടെ ഹൃദയമിടിപ്പ് വർദ്ധിച്ചിരുന്നു. എന്നാൽ ദേവൻ്റെ കണ്ണുകളിൽ കൗതുകം മാത്രമായിരുന്നു. അവളുടെ ഇടതുമാറിലേക്കും അവളുടെ മുഖത്തേക്കും അവൻ്റെ കണ്ണുകൾ അതിവേഗത്തിൽ പാഞ്ഞു. അവളുടെ ഹൃദയഭാഗത്തായി എഴുതിയിരിക്കുന്നത് കണ്ട് അവൻ്റെ കണ്ണുകൾ വിടർന്നു. വേദനിച്ചില്ലേ? ടാറ്റു ചെയ്തിരിക്കുന്ന തൻ്റെ പേരിലേക്ക് പതിയെ തലോടിക്കൊണ്ട് അവൻ ചോദിച്ചു. ഇല്ല. അവളുടെ മറുപടി കേട്ട് അവൻ അവളെ ഒന്ന് നോക്കി. ഇതെപ്പോൾ ചെയ്തു? ഇന്ന് വൈകിട്ട് സിറ്റിയിൽ ഭവ്യ ചേച്ചിയുടെ പരിചയത്തിലുള്ള ഒരു ടാറ്റു സെൻറ്ററിൽ പോയി ചെയ്തു. വൈകുന്നേരം തിരക്കായിരുന്നതിനാൽ അവളെ പിക്ക് ചെയ്യാൻ പോകാൻ പറ്റിയില്ല എന്നത് അവൻ ഓർത്തു. അവളുടെ ഹൃദയത്തിലായി ചുംബനങ്ങൾ കൊണ്ട് മൂടുമ്പോഴും അവൻ്റെ കണ്ണുകളിലെ നനവ് മാറിയിരുന്നില്ല.